ഞാൻ അങ്ങനെ ചോദിച്ചത് സങ്കടമായി. സോറി. രാത്രി വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോ എനിക്ക് വിഷമം സഹിക്കാൻ പറ്റിയില്ല. ആതിരെ വിളിച്ചപ്പോ സച്ചേട്ടൻ ഇവിടെ ഇല്ലെന്നും പറഞ്ഞു. ഞാൻ കരുതി എന്നോട് കള്ളം പറഞ്ഞിട്ട് എവിടേക്കോ പോയതായിരിക്കുമെന്ന്. ഓർത്തപ്പോ എനിക്ക് വല്ലാതെ വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ച്. സച്ചേട്ടൻ പറഞ്ഞതൊക്കെ എനിക്ക് വിശ്വാസമാണ്. എനിക്കറിയില്ല സച്ചേട്ടാ, മുൻപില്ലാത്തതുപോലെയുള്ള ചിന്തകളൊക്കെ ഇപ്പൊ എന്റെ മനസ്സിൽ കടന്നു വരിക. എന്നെ നിനക്കറിയില്ലേ മോളെ? നീ ഇങ്ങനെ ചോദിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എന്ത് വിഷമമുണ്ടെന്നറിയോ? തന്നെക്കുറിച്ച് ചിന്തിക്കാത്ത, തനിക്ക് വേണ്ടി ജീവിക്കാത്ത ഒരു നിമിഷമെങ്കിലും എന്റെ ലൈഫിലുണ്ടെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഏയ്, കരയാതെ. എന്താ സച്ചേട്ട എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ? ഏത് നിമിഷവും സച്ചേട്ടനെ കുറിച്ചുള്ള ആദ്യം. അതെന്താ ഫോൺ എടുക്കാത്തെ? ആ, അത് പിന്നെടുക്കാം. ഓഫീസിൽ നിന്നാ. എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചതായിരിക്കില്ലേ? ആ, ഇപ്പോ ഇതാ എന്റെ അത്യാവശ്യം. തന്റെ കൂടെ ഇരിക്കുമ്പോ ഒരു ഫോൺ ബില്ലിന്റെ ശബ്ദം പോലും നമുക്കൊരു ശല്യമാകാൻ പാടില്ല.